സർ, ഇപ്പോൾ ലേറ്റസ്റ്റ് അമേരിക്ക, ഗാസ, ഇസ്രയേൽ ആ സ്ഥിതിയിൽ നമ്മൾ നോക്കുമ്പോൾ ട്രംപ് ഭീഷണികൾ മുഴക്കുകയാണ്. പക്ഷെ ഈ ഭീഷണികളുടെ കൂടെ മധുര വാഗ്ദാനങ്ങളും ഉണ്ട്. ഒരു സ്വർഗഭൂമിയാണ് ഉണ്ടാവാൻ പോണതെന്ന്. അപ്പോൾ ഇതിൽ സ്വർഗഭൂമി ഗാസയ്ക്ക് വേണ്ടിയിട്ട്, പലസ്തീനിയൻസിന് വേണ്ടിയിട്ടായിരിക്കുമോ അതോ ഇസ്രയേലിനും US-നും വേണ്ടിയിട്ടായിരിക്കുമോ? അത് ഇസ്രായേലിനും US-നും വേണ്ടിയിട്ടാണ്, സംശയമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഇറാനെതിരെയും കൂടെയാണ്. ഇതിനിടയ്ക്ക് ഒരു പക്ഷേ ലക്ഷ്മി ശ്രദ്ധിച്ചു കാണില്ല, ഇറാൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ മനുഷ്യന് ഇപ്പം ജീവനോടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അയാളുടെ പേരിലാണ് പ്രസ്താവന വന്നത്. ഖമനൈ പറഞ്ഞു, അമേരിക്കയുടെ ധാർഷ്ട്യം ഇനി ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ വാട്ട് ഈസ് ദ ഇഷ്യൂ? ഒരു ഇഷ്യൂ ഇല്ല ഇറാനും US-ഉം തമ്മിൽ ഇപ്പോൾ. ബട്ട് ഇറാൻ പ്രകോപിതരാവാൻ കാരണം US പട്ടാളം ഗാസയിൽ ഇറങ്ങി. ആദ്യമായിട്ടാണ് US സ്വന്തം പട്ടാളത്തെ ഗാസയിൽ ഇറക്കുന്നത്. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഇറക്കി. ദിസ് ഈസ് ബീയിങ് സീൻ ആസ് ആൻ എഫറൻട്രി ബൈ ഇറാൻ. കാരണം ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ദേ ആർ ഓൾവേസ് അണ്ടർ ത്രെറ്റ്. US-നാണെങ്കിൽ ഒരു വറിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇറാൻ്റെ ഈ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏത് നിമിഷവും US-ൽ നിന്ന് ഡയറക്റ്റ് ഇറാനിലേക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഈസ് ആസ് ഇഫ് യുവർ എനിമി ഈസ് മൂവിങ് ദെയർ ആർമി ക്ലോസർ ടു യുവർ ബോർഡർ. ഇതാണ് ഇറാൻ്റെ റീഡിങ്. അതുകൊണ്ടാണ് ഞാനിത് ഇറാനെതിരെ കൂടെയുള്ള ഒരു നീക്കമാണെന്ന് പറയുന്നത്. മാത്രമല്ല, ട്രംപ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നു ഈജിപ്തിനെയും ജോർഡാനെയും. ജോർഡാൻ രാജാവ് ഇന്ന് ട്രംപുമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗസ പോപ്പുലേഷനെ ഇവാക്യുവേറ്റ് ചെയ്യുക, അവിടുന്ന് ഇവരെ മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിക്കുക. എന്നിട്ട് ഗാസയെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്വർഗരാജ്യമാക്കി തരാം. ദാറ്റ് ഈസ് ട്രൂ ഓൾസോ. ഗാസയുടെ ലൊക്കേഷൻ നോക്കൂ, കടൽ തീരമാണ്, ഒരു റിവിയറ ടൈപ്പ് കടൽ തീര വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗാസ. എന്തിനാണ് മനുഷ്യർ അവിടെ തമ്മിലടിച്ച് ചാകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ദേ ക്യാൻ മേക്ക് ഹ്യൂജ് മണി ത്രൂ ഇൻ്റർനാഷണൽ ടൂറിസം, മര്യാദയ്ക്ക് ജീവിക്കുകയാണ്. പക്ഷേ അവർക്കത് പറ്റില്ല. അവർക്ക് ജൂതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലുമായിട്ട് അടിയോടടി, ഒരു കാര്യമില്ലാതെ അടിക്കുന്നത്. ആ പറയുമ്പോൾ അവരൊരു ഹിസ്റ്ററിയോ ഞങ്ങൾക്ക് അങ്ങനെയാണ്, ജെറൂസലേം ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലാത്ത വേദപുസ്തകത്തിൽ എഴുതിയ കാര്യം അത് ഇതൊക്കെ പറയും. ഫൈനലി സംഭവിച്ചത് എന്താ? പെർപ്പച്വൽ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ് പലസ്തീനികൾ എന്ന് വിളിക്കുന്ന ആൾക്കാർ. എന്നിട്ട് അത് കാണിച്ചിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങുക. സംസ്കൃതത്തിൽ യാചകസ്യ വ്രണം എന്ന് പറയുന്നത്, യാചകനൊരു വ്രണം ഉണ്ടാകില്ല. ആ വ്രണമാണോ അതോ കുറച്ച് ശർക്കരയൊക്കെ പുരട്ടി ഈച്ചയെ ആകർഷിക്കുന്നതാണോ നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ ഇത് ചികിത്സിക്കാൻ ഇയാളോട്ട് സമ്മതിക്കില്ല. കാരണം ഇയാളുടെ വരുമാനം ഈ വ്രണം കാണിച്ച് പൈസ വാങ്ങുക. അതാണ് യാചകസ്യ വ്രണം. സംസ്കൃതത്തിൽ കാരണവന്മാർ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. മീഡിയയിലും നമുക്ക് അങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്ടിം കാർഡ് കളിച്ച് അതിൽ നിന്ന് ഫണ്ട് മണി ട്രെയിൽ പോലെ, പക്ഷെ ജനങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള സാധനമില്ലേ, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇത് കാണിച്ച് കാശുണ്ടാക്കുക. വാസ്തവത്തിൽ ഇതിന് മാത്രം ഗർഭിണികൾ, ഇവരൊക്കെ വല്ല തലയണയും വെച്ച് കിട്ടിയായിരിക്കും ഈ ഗർഭിണി എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്. അല്ലാതെ ഇത്രയും വലിയ ഗർഭിണികളുണ്ടാവും ഒരു നാട്ടിൽ. നമ്മളൊക്കെ നാട്ടിലുള്ള മനുഷ്യരില്ലേ, ഇവിടെയൊക്കെ ആൾക്കാർ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു ഗാസയിൽ മാത്രം ഇതിന് മാത്രം ഗർഭിണികൾ കൂട്ടുകൂടി ഡെയിലി 100-300 ഗർഭിണികൾ മരിക്കുക, പിറ്റേ ദിവസം വീണ്ടും ഗർഭിണിയാകുക. ഇതെന്ത് പരിപാടി? ഈ തെമ്മാടിത്തരൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം സമാധാനമായിട്ട് അവർക്ക് ജീവിക്കാം. ഈജിപ്തിൽ സിനായ് മരുഭൂമി, അവർക്ക് ഭയങ്കരമായ സ്പേസ് ഉണ്ട്. ഈജിപ്തിലും ജോർഡാനിലും ഒക്കെ താമസിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ പോയി താമസിക്കുക. ട്രംപ് പറയുന്നത് 21 വർഷം എടുക്കും ഗാസ ഞാൻ ശരിയാക്കി എടുക്കാൻ. 21 വർഷം കഴിയുമ്പോൾ ട്രംപ് ജീവനോടെ ഉണ്ടാകുമോ? ജോർഡാൻ രാജാവ് ആരായിരിക്കും? ഈജിപ്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ആർക്കും അറിയില്ല. ഓൻ്റെ കാര്യം മാത്രം തീരുമാനമാവും. ഏതുമായിക്കോട്ടെ, ഇതാണ് ട്രംപിൻ്റെ പ്രോജക്റ്റ്. ബട്ട് വൺ വേ, നിങ്ങളിത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗസയിലെ ആളുകൾക്ക് പാലസ്തീനികൾ എന്നൊന്നും ഞാൻ വിളിക്കില്ല. എന്ത് പാലസ്തീൻ? പാലസ്തീൻ ഡസ് നോട്ട് എക്സിസ്റ്റ്.
ചുമ്മാ ആകാശത്തിലൊരു പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് പേരിട്ടിട്ട് പാലസ്തീനിയൻ ജനത. പക്ഷെ അത് നമ്മൾ വളരെ ക്രൂരമായി നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ സർ? പിന്നെ നമ്മുടെ കൺട്രിയും നമ്മുടെ ഇന്ത്യയും അങ്ങനെ തന്നെയല്ലേ പറയണേ? അതാ പാലസ്തീൻ ഉണ്ട്. ഇതൊക്കെ ഈ ഇന്റർനാഷണൽ അറേഞ്ച്മെന്റ്സ് ആണ് പാലസ്തീനുണ്ട് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് 198 കൺട്രീസ് 96 പേരോ മറ്റോ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ അംഗീകാരമില്ല. യുണൈറ്റഡ് നേഷൻസിൽ ഒരു ഒബ്സർവർ പദവി പാലസ്തീന് കൊടുത്തിരിക്കുന്നു. പാലസ്തീൻ എംബസി ഡൽഹിയിലുണ്ട്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പാലസ്തീൻ എവിടെ? ഒരു മാപ്പ് എടുത്ത് ഞാൻ ലക്ഷ്മിയുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇതിലൊന്ന് പാലസ്തീൻ കാണിച്ചു തന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ തർക്കഭൂമി എന്ന് പറയാനൊരു ഭൂമി വേണ്ടേ? അതില്ലെന്ന് ഇവർ പറയുന്ന പാലസ്തീനിൽ ഇസ്രായേലില്ല. ഇപ്പോൾ ഇസ്രായേൽ ഇല്ലാത്ത ഭൂപടം ഇസ്രായേലിനെ അങ്ങ് മായച്ചു കളയുക, എന്നിട്ട് പാലസ്തീനിന് പേരിടുക. ഈസ് ഇറ്റ് ഗോയിങ് ടു വർക്ക്? നിങ്ങൾക്ക് 1948 നിലവിൽ വന്നതാണ് ഇസ്രായേൽ. എത്ര തവണ നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു? ഓരോ തവണ ആക്രമിക്കുമ്പോഴും ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിച്ചു വന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പോഴും റീസെന്റ് കോൺഫ്ലിക്റ്റിൽ അവർ ലെബനനിലെ കുറച്ച് സ്ഥലം എടുത്തു, ഗോലാൻ ഹൈറ്റ്സ് അവരെടുത്തു. ഇസ്രായേൽ ഓരോ യുദ്ധം കഴിയുമ്പോഴും വലുതായി ശക്തരായിട്ട് വരുന്നു. ഇനിയെങ്കിലും ഇത് നിർത്തി മര്യാദ ജീവിക്കാനൊരു ഫോർമുലയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടും എന്താ സർ ഹമാസ് പഠിക്കാത്തത്? കാരണം എന്താ അവർ ബന്ദികളെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഓൾ ഹെൽ വിൽ ബ്രേക്ക് ലൂസ്, നരകമാക്കും നിങ്ങളുടെ ജീവിതം എന്ന്. ഇത് മനസ്സിലാക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, പരക്കെ വിശ്വസിക്കപ്പെടുന്നത്, ഞാനിപ്പോൾ അതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു ഗ്രന്ഥത്തിൻ്റെയാണ് പ്രശ്നം. ഈ ഗ്രന്ഥത്തിലെ ഉപദേശം അനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ എന്നൊരുത്തൻ തീരുമാനിച്ചാൽ അവിടെ ഒരു ട്രബിൾ തുടങ്ങുകയാണ്. ഇതിൻ്റെ മൂലകാരണം ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ വരികളിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിങ്ങനെ പണ്ട് എഴുതി അവിടെ ഇരുന്നോട്ടെ, ലെറ്റ് us ലിവ് പീസ്ഫുള്ളി എന്ന് വിചാരിക്കുന്നവർക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ബട്ട് ഞാൻ ഇതിൻ്റെ ഓരോ അക്ഷരവും ഫോളോ ചെയ്ത് മരിക്കാനാണ് തീരുമാനം. കാരണം മരണാനന്തര ജീവിതമാണ് ജീവിതം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മളുടെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെയൊക്കെ കൊല്ലാനായിട്ട് ടെമ്പററി നമ്മളിവിടെ വന്നിരിക്കുക. അവരെ കൊല്ലുമ്പോൾ അവരിൽ ആരെങ്കിലും നമ്മളെയും കൊല്ലുമല്ലോ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകും. ഇതാണ് സങ്കല്പം. അപ്പോൾ മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്, കൊല്ലാനും മരിക്കാനും വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗം. അവർക്ക് ഈ പറഞ്ഞ ഒരു ഫോർമുലയും അവർക്ക് അക്സെപ്റ്റബിൾ ആവില്ല. ബാക്കിയുള്ളവരെ കൊല്ലുകയും അവർ മരിക്കുകയും ചെയ്യുന്ന ഒരു ഫോർമുല അവരുടെ കയ്യിലുണ്ട്. ആ ഫോർമുല അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ 12-ാം തീയതി വീണ്ടും യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് നെതന്യാഹുവും ഇരിക്കുന്നത്. കാരണം മൂപ്പർക്കും മിഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വീണ്ടും യുദ്ധം തുടങ്ങുമോ? ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. എസ്റ്റിമേറ്റഡ് 22 ലക്ഷം ആൾക്കാരുണ്ട് ഗസയിൽ. 22 ലക്ഷം പേരെ നിങ്ങൾ എന്താ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് നിങ്ങൾ സപ്രസ് ചെയ്ത് അവിടെ ടെമ്പററി ആയിട്ടൊരു പീസ് ഉണ്ടാക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ലോകാവസാനം വരെ ഇങ്ങനെ തുടരും. ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ, വെടി, പടക്കം, അത് ഇതിനിടയ്ക്ക് ഓരോരുത്തരും നെതന്യാഹുവിനും വയസ്സാകും, മരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വെടി കൊണ്ട് മരിക്കും, ബോംബ് കൊണ്ട് മരിക്കും, ആരെങ്കിലും മരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ ട്രംപ് മരിക്കും, നമ്മൾ രണ്ടുപേരും മരിക്കും. അപ്പോഴും ഈ സാധനം ഇങ്ങനെ തുടരും. കാരണം ഗ്രന്ഥം ഇരിക്കുകയല്ലേ, ഇതിൻ്റെ അടിസ്ഥാന ഫോർമുല സർത്തൻസ് ജുതായിരിക്കുന്നു. അതുള്ളിടത്തോളം കാലം സമാധാനം പ്രതീക്ഷിക്കേണ്ട. അതിനെ വലുതായിട്ട് വകവയ്ക്കാത്ത രാജ്യങ്ങൾ നോക്കിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, അവരാരും ഇതിലിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടവൻ്റെ മെക്കിട്ട് കയറാൻ അവർ പോകാറില്ല. ഇത് കുറച്ച് പേർക്ക് മാത്രമുള്ള സൂക്കേടാണ്. അതിപ്പോൾ ഇന്ത്യയിലും കുറേ അധികം പേർക്കുണ്ട്. ഇതാണ് ഈ പ്രശ്നം. ഇവരെ ഒരു കാലത്തും ശരിയാക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രിൻസിപ്പിൾ തന്നെ, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ കൊല്ലാനും അതിലൂടെ മരിക്കാനുമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ സാർ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ തന്നെയല്ലേ ട്രംപ് പറയണേ ഇത്രയും ആൾക്കാരെ ഈജിപ്തും ജോർഡാനും കൊണ്ടുപോയിട്ട് ഈ തലവേദന നിങ്ങൾ സഹിച്ചു? അവരിതിന് തയ്യാറല്ല.
അവർക്കറിയാം ഇതുങ്ങളുടെ സ്വഭാവം. അവിടെ കയറി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളവരെ തല്ലാൻ തുടങ്ങും ഇവർ. പക്ഷെ ഇവർ കൊണ്ടുപോയില്ലെങ്കിൽ ഇവർക്ക് സുരക്ഷ റാഡിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? റാഡിക്കൽ ഇസ്ലാമിന് ശരി അവർക്കൊരു സ്ഥലം കൊടുത്തിട്ട് അവരവിടെ താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ അതിനെ വരുന്നതാണല്ല. അവിടെയുള്ള മുസ്ലിം യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലാൻ തുടങ്ങും. ഇതാണ് പ്രശ്നം. പാകിസ്ഥാനിൽ തമ്മിലടിച്ച് മരിക്കുന്നു. സിറിയയിൽ ഒക്കെ എന്താ പ്രശ്നം? സിറിയയിൽ മുഴുവൻ മുസ്ലിംസാണ്. നിങ്ങളോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. പിന്നെ എന്തിനാണ് തമ്മിലടിക്കുന്നത്? അതിൽ ചില വിഭാഗം കണ്ടുപിടിച്ചിട്ട് അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് അടിതണം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിനും വെടിവെച്ചു കൊല്ലാന്ന് പറഞ്ഞു. പക്ഷെ ട്രംപിന്റെ ഈ ഭീഷണി മുഴക്കിയതിന്റെ പേരിൽ ഇപ്പോൾ ജോർഡൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2000 വയ്യാത്ത കുട്ടികളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അപ്പം അങ്ങനെ കുട്ടികളെ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അവരുടെ കൂടെ കുറച്ച് അച്ഛനമ്മമാരും എന്തായാലും പോവില്ലേ. അത് പക്ഷെ അവർക്ക് ട്രംപ് അതിന് തൃപ്തി ആണെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരെയും തന്നെ കൊണ്ടുപോകണമെന്നാണ് പറയണത്. ട്രംപിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഈ കാനഡ മെക്സിക്കോ അവർക്ക് ടാരിഫ് ഏർപ്പെടുത്തിയല്ലോ. അപ്പോൾ അത് അവർ റിവോൾട്ട് ചെയ്യും, അവർ തിരിച്ച് താരിഫ് അപ്ലൈ ചെയ്യും. നിങ്ങൾ പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ ഞാൻ ട്രംപിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു. ഒരു വലിയേട്ടനെ പോലെ ട്രംപ് പറഞ്ഞു, "They will listen to me. They will do it. Don't worry, they will do it." അപ്പോൾ ഈ കാർന്നന്മാർ പറയുമല്ല, അവൻ കണ്ടില്ല, അവൻ ധിക്കാരി, ഒന്നുമില്ലടാ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അവൻ കേൾക്കും, നീ വെറുതെ വേണം, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. ഈ കോൺഫിഡൻസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഡേ അവർ കേട്ടു. ട്രംപ് പറഞ്ഞത് മുഴുവൻ അവർക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. ട്രംപ് ഒരു മാസത്തേക്ക് ആ ടാരിഫ് ഫ്രീസ് ചെയ്തു. ദിസ് ഇസ് ട്രംപ്. ഇപ്പോൾ ജോർഡാൻ രാജാവിനെ ക്ഷണിച്ചു. ജോർഡാൻ രാജാവ് അമേരിക്കയിൽ പോയി. ട്രംപ് ജോർഡാനിൽ വന്നതല്ല. ട്രംപ് സാധാരണ ഒരു ഫോറിൻ ട്രിപ്പിനും പോകാറില്ല. അതാണ് ആ കാരണമുണ്ട്. വേറൊരു ഗുണമോ ദോഷമോ അതാണ്. പുള്ളി ചുറ്റിയടിച്ച് നടക്കില്ല. പുള്ളി ഇരിക്കുന്നിടത്ത് ആൾക്കാർ വരും. ജോർഡാൻ രാജാവിനെ വിളിപ്പിച്ചു. ജോർഡാൻ രാജാവ് ഇപ്പോൾ 20,000 പിള്ളേരെ എടുക്കാമെന്ന് പറയുന്നു. ട്രംപ് 2,000. ട്രംപ് പറയും, ഒരു കാര്യം ചെയ്യും, 2,000 പിള്ളേരെ എടുത്തിട്ട് ഞാൻ എന്ത് കുപ്പിപ്പാൽ കൊടുക്കാൻ പോകുന്നു അവർക്ക്? അവരുടെ അമ്മയും കൂടെ എടുക്കടോ, പിന്നെ അവരുടെ അച്ഛനുണ്ട് അയാളെയും കൂടെ എടുക്കരുതോ? ഹി വിൽ സീ ടു ഇറ്റ് ദാറ്റ് ജോർഡാൻ ആൻഡ് ഈജിപ്റ്റ്, ഈ 2 പേരും ഇവരെ മൈഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കും. അത് ടെമ്പററി ആയിരിക്കും. അതിനൊരു ഡേറ്റൊക്കെ കൊടുക്കും, അതിന് കരാറൊക്കെ ഒപ്പിടും. എന്തെങ്കിലുമൊക്കെ അവതാൻ പറഞ്ഞ് ഇവന്മാരെ ഇവിടുന്ന് കടത്തും. കടത്തി കഴിഞ്ഞിട്ടല്ലേ. അപ്പോഴേക്ക് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചിലപ്പോൾ ട്രംപ് ഉണ്ടാവില്ല, ഉണ്ടാവില്ല. കരാർ ലംഘിക്കാൻ ആർക്കാൻ പറ്റാത്തത്. പക്ഷെ സർ, ഈ മറ്റേ ഇവർക്ക് വേറൊരു പേടിയുള്ളത്, ഈ ആൾക്കാർ അവരെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈ കൊണ്ടുപോയ ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും ഇസ്രയേലിനെ ആക്രമിച്ചു, അപ്പൊ ഇസ്രയേൽ അവരെയല്ലേ ആക്രമിക്കുക, ഈജിപ്തിനെയും ജോർഡനെയും. അതാണ് അവരുടെ അതൊരു പ്രശ്നം തന്നെയാണ്. ഇവിടുന്ന് പോയി ജോർഡനിൽ താമസിച്ചും ജോർഡനിൽ നിന്ന് ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജോർഡനെ ആക്രമിക്കും. അപ്പൊ സിറിയയിലൊക്കെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ അറബ് ലോകം മുഴുവൻ ആകെ ഇളകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അറബ് ലോകം വേണം ഈ ഇവരുടെ ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ തല്ലാനായിട്ട്. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ മേലെന്ന് പറഞ്ഞിട്ട് അടിച്ച് നിരപ്പാക്കിയിട്ട് വൺസോറോളം ഇത് അവസാനിപ്പിക്കണം. അറബ് ലോകം ഇസ്രായേലിൻ്റെ കൂടെ കൂടണം. ഇസ്രായേലിൻ്റെ കൂടെ സന്ധ്യയൊക്കെ അവർ ഒരുപാട് കൊമേഴ്ഷ്യലി ഒരുപാട് ഗുഡ് ടേംസിലെത്തി. സൗദി അറേബ്യ, UAE, ഒമാൻ ഒക്കെ. ഇവർ ഈ ഇടയ്ക്ക് കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. എല്ലാവരും ചേർന്ന് ഇറാനോട് പറയുക, ചേട്ടനൊന്നും അടങ്ങ്, വേണ്ടാത്ത അഹങ്കാരമൊന്നും കാണിക്കേണ്ടെന്ന് പറയുക. എങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ incessantly this will be continuing.